نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم بنفسي وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب സ്നേഹധന്യരെ സത്യവിശ്വാസികളെ വിശ്വാസികൾ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് സംശുദ്ധമായ ഒരു ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ്. ഇസ്ലാമിലെ അധ്യാപനങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തി റബ്ബ് തൃപ്തിപ്പെടുന്ന നല്ല അടിമകളായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സൂറത്തു അൻഫാലിൽ നിന്നെടുത്ത ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തും, നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് വത്തഖൂ ഫിത്ന, ഫിത്നയെ നിങ്ങൾ ഭയപ്പെടണം, ആപത്തിനെ നിങ്ങൾ പേടിക്കണം, പരീക്ഷണങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ, നിങ്ങളിൽ അക്രമം പ്രവർത്തിച്ചവർക്ക് മാത്രമല്ല ഈ പരീക്ഷണങ്ങൾ പിടിപെടുക, നിങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്നവർക്ക് മാത്രമല്ല ഈ പരീക്ഷണങ്ങൾ എത്തിപ്പെടുക. വഅലമു, നിങ്ങൾ മനസ്സിലാക്കുക, അന്നല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായിക്കൊണ്ട് ശിക്ഷ നടപ്പിൽ വരുത്തുന്നവനാണ്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അതായത് ഒരു വ്യക്തിയുടെയോ ഒരു വിഭാഗത്തിന്റെയോ വാക്കിലോ പ്രവൃത്തിയിലോ വന്നു പോകുന്ന പാകപ്പിഴവ് കൊണ്ട്
ഒരു കുടുംബമോ ഒരു സമൂഹമോ ഒരു രാഷ്ട്രം തന്നെയോ ആപത്തിലും കുഴപ്പത്തിലും അകപ്പെടുന്ന അവസ്ഥ സംജാതമാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അപ്രകാരം തന്നെ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു നാട്ടിലെ ആളുകൾ, ഒരു സമൂഹത്തിലെ ഏതാനും ആളുകൾ അവരിൽ തോന്നിവാസങ്ങളും അരാജകത്വങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷാ നടപടികൾ നടപ്പിൽ വരുത്തുമ്പോൾ അതിലുള്ള നിരപരാധികളും അതിൽ അകപ്പെടുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നു. അക്രമികളായ ആളുകൾ മാത്രമല്ല, ദുഷ്കർമ്മകാരികളായ ആളുകൾ മാത്രമല്ല, സൽക്കർമ്മികളായ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവർക്കും ഇവരുടെ ഈ ഫിത്ന കൊണ്ട്, അതിക്രമം കൊണ്ട് ശിക്ഷകൾ, ഫിത്നകൾ, കുഴപ്പങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നാണ് അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ സദാസമയവും ജാഗ്രത പാലിക്കണമെന്നും അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ ഈ ആയത്ത് കേൾക്കാനിടയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ സൈനബ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അനുഹ്ലികു ഫീനാ അസ്സാലിഹൂൻ, സജ്ജനങ്ങളായ ആളുകളെയും അല്ലാഹു അവന്റെ ശിക്ഷയ്ക്ക് വിധേയനാക്കുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഇദാ കസുറൽ ഖബസ്, ജീർണതകൾ വർദ്ധിച്ചാൽ, സമൂഹത്തിൽ ജീർണതകൾ വർദ്ധിക്കുന്ന സാഹചര്യം സംജാതമായാൽ അതിൽ സജ്ജനങ്ങളായ ആളുകൾക്കും അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയായ സൈനബ റളിയല്ലാഹു അൻഹയെ പഠിപ്പിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ അധാർമിക പ്രവർത്തനങ്ങളെ കൊണ്ട് മനുഷ്യകുലത്തിന് തന്നെ പല രൂപത്തിലുള്ള വിപത്തുകളും സംഭവിച്ചതായിട്ട് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം മുതലുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഏകത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് വിമുഖത കാണിച്ചുകൊണ്ട് താന്തോന്നികളായി ജീവിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ പരീക്ഷണം ഏൽക്കേണ്ടി വന്ന ചരിത്രം ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്നാൽ ആ പരീക്ഷണങ്ങളും ആപത്തുകളും ഫിത്നകളുമെല്ലാം അക്രമം പ്രവർത്തിച്ച ആളുകൾക്ക് മാത്രമല്ല, അതിന്റെ ഇടയിൽ താമസിക്കുന്ന സജ്ജനങ്ങളായ ആളുകൾക്കും ബാധിച്ചേക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇദാ കസുറൽ ഖബസ്, ജീർണതകൾ വർദ്ധിക്കും. അതായത് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നിന്ന് വിസ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയും അങ്ങനെയുള്ള ഒരു ജീവിതത്തിന് തുടക്കമിടുകയും ചെയ്ത ആളുകൾ അത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുമ്പോൾ സ്വാഭാവികമായും അള്ളാഹു അവന്റെ പരീക്ഷണങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കിയേക്കാം. ആ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സജ്ജനങ്ങളായിക്കൊണ്ട് ജീവിക്കുന്നതിന് പകരം ദുർമാർഗത്തിലൂടെയുള്ള ജീവിതം നയിക്കുകയും അതോടൊപ്പം തന്നെ അധാർമിക പ്രവണതകൾ വർദ്ധിപ്പിക്കുകയും സാഹചര്യം സംജാതമായാൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ സംഭവിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഒന്ന് ആലോചിച്ചു നോക്കും, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ കൊല്ലപ്പെട്ടവൻ അറിയില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന്.
കൊന്നവൻ അറിയില്ല എന്തിനാണ് അവനെ കൊന്നതെന്ന്. രണ്ട് കൂട്ടർക്കും പരസ്പരം അറിയാത്ത രൂപത്തിലുള്ള ഹറജ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞ ഇദാ കസുറൽ ഖബസ്, ജീർണതകൾ വർദ്ധിച്ചാൽ, സമൂഹത്തിന്റെ തോന്നിവാസങ്ങൾ വർദ്ധിച്ചാൽ, അധാർമികമായ പ്രവണതകൾ വർദ്ധിച്ചാൽ, കൊന്നവനെ എന്തിനു വേണ്ടി അവനെ കൊന്നു, കൊല്ലപ്പെട്ടവൻ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് തിരിച്ചറിയാത്ത സാഹചര്യം ഉണ്ടായാൽ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആപത്തുകളും നിങ്ങൾക്ക് പരീക്ഷണത്തിലൂടെ സംഭവിക്കാൻ ഇടയുണ്ടെന്നാണ് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് ധാരാളം കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നു. രാഷ്ട്രീയമായി, മതപരമായി, സാമുദായികമായി കൊണ്ട്, അതുപോലെ തന്നെ ഭീകരാക്രമണത്തിലൂടെ, ബോംബ് സ്ഫോടനങ്ങളിലൂടെ, യുദ്ധത്തിലൂടെ നിരവധി മരണങ്ങൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മരണങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പലസ്തീനിലുള്ള മരണങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കിയവരാണ്. യുക്രൈനിലുള്ള മരണങ്ങളെ പറ്റി നമ്മൾ കേട്ടവരാണ്. ഇവിടെ ഒന്നും ആർക്കും അറിയില്ല എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ കൊല്ലപ്പെടുന്നതെന്ന്. കൊന്നവർക്കറിയുമോ എന്തിനാണ് ഇവരെ കൊല്ലുന്നതെന്ന്? അതും അവർക്കറിയില്ല. ഖുർആൻ സൂചിപ്പിച്ച നിർദ്ദേശമുണ്ട്, ആരെങ്കിലും ഒരുവനെ കൊല്ലുകയാണെങ്കിൽ അവൻ ആ സമുദായത്തെ മുഴുവൻ കൊന്നവന് സമമാകുമെന്ന് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ഒരുവനെ ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അവൻ എല്ലാവരെയും ജീവിക്കാൻ അനുവദിച്ചും തുല്യമാകുന്നുവെന്ന്. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അവസ്ഥ വിശേഷത്തിലൂടെയാണ് ഇന്ന് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തിനായിരുന്നു കൊന്നതെന്നോ എന്തിനായിരുന്നു കൊല്ലപ്പെട്ടതെന്നോ അറിയാത്ത സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നിരവധി വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് മുസ്ലിങ്ങളിൽ മാത്രമല്ല, ഇതര മതവിഭാഗങ്ങളിലും ഇങ്ങനെയുള്ള അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകുകയുണ്ടായി, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മഹാഭൂരിപക്ഷം വരുന്ന സമുദായക്കാർക്ക് ഭയവും പേടിയും ജനിപ്പിക്കുന്ന രൂപത്തിലായിരിക്കുമെന്ന് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയൊരു സൂചന നൽകുകയുണ്ടായി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ ഇടവരുമ്പോൾ, സമുദായത്തിനകത്ത് ചിത്രതയും ഭിന്നതയും ജീർണതകളും വർദ്ധിക്കുമ്പോൾ അവയെ തടയിടേണ്ട ബാധ്യത സമൂഹത്തിനുണ്ടെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര കപ്പലിലൂടെ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മൾ വിവിധ സമയങ്ങളിൽ കേട്ട ഹദീസാണത്. ഒരു യാത്ര, രണ്ട് മുകളിലും താഴത്തും താമസിക്കുന്ന ആളുകൾ, താഴത്തുള്ളവർക്ക് അവരുടെ ആവശ്യ നിർവഹണത്തിന് പ്രയാസം വന്നപ്പോൾ അവർ അടി തുറന്നുകൊണ്ട് വെള്ളമെടുക്കാൻ ശ്രമം ആരംഭിച്ചപ്പോൾ അതിനെ തടുക്കാൻ ആരും തയ്യാറായിട്ടില്ലെങ്കിൽ ആ കപ്പിലുള്ള എല്ലാവരും മുങ്ങിച്ചാവുക തന്നെ ചെയ്യും. അതേ രൂപത്തിൽ തന്നെയാണ് സമുദായത്തിൽ ജീർണതകൾ വർദ്ധിക്കുമ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിച്ച്, അതിനെ അവഗണിച്ച്, അത് അവന്റേതല്ല, അവന്റെ സംഘടനയില്ല, ഇവന്റേതല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ ആ കപ്പൽ തുരക്കുന്ന ആ തുരപ്പൻ പണി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ സമുദായത്തിനും ഇതേ രൂപത്തെ അപകടങ്ങൾ സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവരെ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് താഴെ ഭാഗത്ത് ജീവിക്കുന്നവർ ശ്രമിക്കുമ്പോൾ അവരെ അരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈകൾക്ക് പിടിക്കാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ ആ കപ്പലിൽ യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരായി തീരുന്നതാണ്. ഇത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജീർണതകൾ വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ കൈയും കെട്ടിക്കൊണ്ട് നോക്കി നിൽക്കേണ്ടവരല്ല മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. അവരെ ഉത്ബുദ്ധരാക്കുന്നതിന് വേണ്ടി ഏതെല്ലാം രൂപത്തിൽ അവരെ അതിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് സനാതന മൂല്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ ആ രൂപത്തിലുള്ള പ്രായോഗികമായ പരിശീലനങ്ങൾ നേടിയെടുത്തുകൊണ്ട് അവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാകുന്നുവെന്ന്, ഓരോ സമൂഹത്തിന്റെയും ബാധ്യതയാകുന്നുവെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി, ഇദസ്തഹല്ലത്ത് ഉമ്മത്തി ഖംസൻ ഫഅലൈഹി ദമാർ. എന്റെ സമുദായം
5 കാര്യങ്ങൾ സ്ഥിരമാക്കി കഴിഞ്ഞാൽ, എന്റെ സമുദായത്തിൽ 5 കാര്യങ്ങൾ സ്ഥിരമായി കഴിഞ്ഞാൽ സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ എന്റെ സമൂഹത്തിൽ സംഭവിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ 5 കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ആനുകാലിക സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അവർക്കും വിലയിരുത്താവുന്നതാണ്. അതിലൊന്നാമതായി കൊണ്ട് പറഞ്ഞത് ഇദാ വഹറ ഫീഹിൽ തലാഉൻ, നിങ്ങളിൽ ആക്ഷേപങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ, പ്രകടമാവുകയാണെങ്കിൽ, പരസ്പരമുള്ള ശാപവാക്കുകൾ വർദ്ധിക്കുകയാണെങ്കിൽ, വിദ്വേഷ പ്രചരണങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ, ആക്ഷേപങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ, ആ കാലഘട്ടം സംജാതമായാൽ നിങ്ങൾക്ക് സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വചനത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ രംഗത്താണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ കലാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടി വായിക്കുന്നത് മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ ഈബത്തും നമീമത്തും ഹസദും സൂഅത്തും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെല്ലാം വരവരെ ഇല്ലാതാക്കാൻ സാധിക്കുമോ ആ രൂപത്തിലുള്ള എല്ലാ പ്രവണതകളും ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു ആയുധമായി തീരാൻ പാടുള്ളതല്ല. നമ്മളെ പൂർവികരായ ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൂർവികരായ ആളുകൾ സത്യസന്ധമായിക്കൊണ്ടും നീതിയോടും കൂടി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാതൃകയായിരിക്കണം ഈ രാഷ്ട്രീയ ഒരു മതബോധമുള്ള വ്യക്തി എന്ന നിലക്ക്, ഒരു ദീനീബോധമുള്ള ചിട്ടയിലെ വ്യക്തി എന്ന നിലക്ക് നാം ആ രംഗത്ത് കൈമുതലാക്കേണ്ടത്. ഒരിക്കലും അസൂയ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമീമത്ത് വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈബത്ത് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ മോശമായ അഭിപ്രായങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ കുത്തിവലിക്കുന്നതിന് പകരം ഒരു ഈമാനികമായ മാറ്റത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടത്. രണ്ടാമതായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചത് വശരിബിൽ ഖുമൂർ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇന്ന് ലഹരി എന്ന് പറയുന്നത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പഴയകാലത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഏത് രൂപത്തിൽ മുമ്പ് കുടിക്കുന്നത് മാത്രമാണെങ്കിൽ ഇന്ന് കുടിക്കാതെ തന്നെ കാര്യങ്ങൾ ലളിതമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവരാലും ഇന്ന് അത് കൈക്കലാക്കുവാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിലൂടെ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹം പ്രകടിച്ചാൽ മതി, ഒരു മിസ്കോൾ അടിച്ചാൽ മതി, അല്ലെങ്കിൽ താല്പര്യം കാണിച്ചാൽ മതി, അതുമായിക്കൊണ്ട് നമ്മൾ സൽക്കരിക്കുവാനുള്ള കഴുകന്മാർ ഇന്ന് നമ്മുടെ ചുറ്റുഭാഗത്തും വെച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളിലും കൗമാരക്കാരിലും വിശിഷ്യ കൗമാരക്കാരിലും ഇങ്ങനെയുള്ള ലഹരിഭയം വർദ്ധിക്കുന്നതായിട്ടാണ് ഇന്നത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അൽഹംദു മിഫ്താഹു കുല്ലി ഷർരിൻ, എല്ലാ തിന്മകളുടെയും മാതാവാണ്, താക്കോലാണ് ലഹരി എന്ന് പറയുന്നത്. കേരളത്തിലെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വർഷം കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ പരിശോധിക്കുമ്പോൾ, ആത്മഹത്യകൾ പരിശോധിക്കുമ്പോൾ അതിന്റെ എല്ലാം പ്രേരണ, അതിന്റെ എല്ലാം ഒരു ഘടകം ഈ ലഹരിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൂന്നാമതായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചത് ആഡംബരങ്ങളായി മാറുന്ന ഉടയാടകൾ, വസ്ത്രരംഗത്തുള്ള ആഡംബരങ്ങൾ, പട്ടുവസ്ത്രങ്ങളെല്ലാം ഇന്ന് ഹലാലായി തീരുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഓരോരോ മോഡലുകളുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, ഇങ്ങനെയുള്ള കാലഘട്ടം സംജാതമായാൽ അർദ്ധനഗ്നകളായിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ വേഷം തുള്ളുന്ന അവസ്ഥയിലേക്ക്, കോലം കെട്ടുന്ന അവസ്ഥയിലേക്ക് കാലഘട്ടം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. നാലാമതായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചത് സംഗീതോപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതികൾ നഗ്നകളായിക്കൊണ്ട് മുമ്പും പിമ്പും കാണിച്ചുകൊണ്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന തുള്ളാട്ടങ്ങളെ സംബന്ധിച്ച്, തുള്ളാട്ടങ്ങൾ നമ്മൾ ഓരോരുത്തരും ബോധവന്മാരാണ്. നമ്മളത് കാണുമ്പോൾ കണ്ടെടുക്കുകയോ ചിലപ്പോൾ ആസ്വദിക്കുകയോ ചെയ്യുന്നവരാണ്.
ഇങ്ങനെയുള്ള അവസ്ഥ സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സംഗീതത്തിന്റെ പശ്ചാത്തലം കേൾക്കുമ്പോഴേക്കും പരിസര ബോധമില്ലാതെ തുള്ളുന്ന രൂപത്തിലേക്ക് നമ്മുടെ മുസ്ലിം സ്ത്രീകൾ, നമ്മുടെ മുസ്ലിം യുവാക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, പ്രത്യാഘാതം അടുത്തു തന്നെയുണ്ടെന്നുള്ള അല്ലാഹുവിന്റെ മുൻ പ്രവാചകന്റെ മുന്നറിയിപ്പ് നമ്മൾ ഒരിക്കലും വിസ്മരിക്കേണ്ടതില്ല. അഞ്ചാമതായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ്? പുരുഷന്മാർക്ക് പുരുഷന്മാർ മാത്രം മതിയാവുക, സ്ത്രീകൾക്ക് സ്ത്രീകൾ മാത്രം മതിയാവുക. അതായത് ലൈംഗിക വൃത്തിക്ക് വേണ്ടി പുരുഷൻ പുരുഷനെ സമീപിക്കുന്ന സാഹചര്യം സംജാതമാവുക, സ്ത്രീയെ സമീപിക്കുന്ന സാഹചര്യം സംജാതമാവുക. ഇത് രണ്ടിനും പിന്നെ നമുക്ക് തെളിവുകൾ കാണാൻ സാധിക്കുന്നു. അതായത് സുപ്രീം കോടതി വരെ സുവർഗലൈംഗിക രതി അനുവദനീയമാണ്, ശിക്ഷാർഹമല്ലാതെ വിധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനെന്നും കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലാണ് ആദിലയും നൂറയും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. മുസ്ലിം സമൂഹത്തിൽ നിന്നാണ് ഇതും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുക, അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഈ അക്രമങ്ങൾ പ്രവർത്തിച്ചവർക്ക് മാത്രമല്ല സംഭവിക്കുക, ആ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ സജ്ജനങ്ങളായ ആളുകൾക്കും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വത്തഖൂ ഫിത്ന, പരീക്ഷണങ്ങൾ സൂക്ഷിക്കുക. ലാ തുസീബന്നൽ വലമു മിൻകും ഖാസ, അത് അക്രമം പ്രവർത്തിച്ചവർക്ക് മാത്രമല്ല സംഭവിക്കുക, ബാധിക്കുക. അതുകൊണ്ട് ഇത്തരമുള്ള തിന്മകൾ കാണുമ്പോൾ അവരെ നിയന്ത്രിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിം ഉമ്മത്ത് എന്ന നിലയ്ക്ക്, നമ്മുടെ ഓരോ കുടുംബത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന ഇത്തരം അധാർമിക പ്രവണതകളെ നിയന്ത്രിക്കേണ്ട ബാധ്യത ഒരു പിതാവ് എന്ന നിലയ്ക്ക്, ഒരു മാതാവ് എന്ന നിലയ്ക്ക് നമ്മളിൽ അർപ്പിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا. الصلاة والسلام على خاتم النبيين الأميين الذي بعثه رحمة للعالمين كافة أوصيكم وإياي بتقوى. ഇങ്ങനെയുള്ള ചിന്താഗതികൾ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണമാണ് അത് പുരോഗമന ചിന്താഗതിയല്ലേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5 കാര്യങ്ങളും ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിലുണ്ടാകുന്ന ചോദ്യമാണ്, ഇത് പുരോഗമന ചിന്താഗതിയല്ലേ, ആധുനികതയല്ലേ, അതുപോലെ പരിഷ്കാരമല്ലേ എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും സംഭവിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ലെസ്ബിയൻ ചിന്താഗതികളും പാശ്ചാത്യ ചിന്താഗതികളും ഈ രൂപത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നുകൊണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് പല രൂപത്തിലുള്ള തുള്ളാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നല്ല, ലൈംഗികത കുത്തഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്തുള്ളത്. ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലമാണ് ലോകത്തുള്ളത്. അതുപോലെ തന്നെ വാദ്യസംഗീതങ്ങളും മറ്റുള്ള ആർഭാടങ്ങളും അതുപോലെ തന്നെ സ്വഭാവരീതികളും എന്ന വ്യാപകമായിക്കൊണ്ട് ലോകത്ത് നടക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുത്തഫിഫീനിൽ നമ്മെ പഠിപ്പിക്കുന്നു. അതായത് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, നിങ്ങൾ എന്ത് തിന്മ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു കറുത്ത അടയാളം വീഴുമെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. മുകളിൽ സൂചിപ്പിച്ച എന്ത് അധർമ്മങ്ങൾ, എന്ത് ഓമനപ്പേര് നൽകി നമ്മൾ ചെയ്താലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തിന്മ സംഭവിക്കുമ്പോൾ അത് നമ്മളിൽ നിന്നായാലും ആരിൽ നിന്നായാലും കല്ലാബൽ റാന, അവിടെ അവിടെ ഹൃദയങ്ങളിൽ വീഴുന്നു, അടയാളപ്പെടുത്തുന്നു, ഒരു കറുത്ത പുള്ളി വീഴുന്നു. മാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന പ്രവാചകൻ സൂചിപ്പിച്ചത്, അതായത് ഒരു അടിമ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ
നക്കത്ത ഫീ ഖൽബിഹി നക്തത, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത അടയാളം വീഴുകയാണ്, ഒരു കറുത്ത പുള്ളി വീഴുകയാണ്. ഫൈദാ നസഅ ഫസ്തഗ്ഫറ, എന്നിട്ട് അവൻ അല്ലാഹുവിനോട് പശ്ചാത്താപം തേടുകയാണെങ്കിൽ, ചെയ്തു പോയ തെറ്റിൽ നിന്ന് അവൻ മാപ്പപേക്ഷിക്കുകയാണെങ്കിൽ, സുഖില ഖൽബുഹു, അവന്റെ ഹൃദയം സ്വീകരിക്കപ്പെടുന്നു. ഇനി അങ്ങനെ ചെയ്തു പോയ തെറ്റിൽ നിന്ന് അവൻ പശ്ചാത്താപം സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ, അവൻ ആ കറുത്ത പാട് അവന്റെ തെറ്റിന്റെ ആധിക്യത്താൽ വർദ്ധിച്ച് വരികയും ആ കറുത്ത പുള്ളി ആ ഹൃദയത്തെ വലയം ചെയ്യുകയും ചെയ്യുമെന്നാണ് പ്രവാചകൻ സൂചിപ്പിച്ചത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഹസൻ അൽ ബസ്രി സൂചിപ്പിക്കുകയുണ്ടായി, ഒരു പാപം, അലം ദംബി, പാപത്തിന്റെ മേൽ മറ്റൊരു പാപം, തെറ്റിന്റെ മേൽ മറ്റൊരു തെറ്റ്. അങ്ങനെ തെറ്റുകളിൽ മാത്രം മുന്നേറിക്കൊണ്ടിരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാമൽ കൽബ്, അവന്റെ ഹൃദയത്തിന് അന്ധത ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു നല്ല കാര്യം അവന്റെ ഹൃദയത്തിലേക്ക് ഏൽക്കുകയും അങ്ങനെ അവൻ ഹൃദയ വേദനയോടുകൂടി രോഗത്തിന് അടിമയായിക്കൊണ്ട് മരണത്തിന് കീഴ്പ്പെടുമെന്നാണ് ഈ ആയത്തിനെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, തിന്മകളുടെ വ്യാപനമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ തിന്മകൾ തടയേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ആ തിന്മകൾ തടയാതിരുന്നാൽ അല്ലാഹുവിന്റെ ശിക്ഷ നമുക്ക് ആകമാനമാണ് ലഭിക്കുക. അതുകൊണ്ട് അതിനെ നിങ്ങൾ ഭയപ്പെടണം എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്. അല്ലാഹു ഇത്തരം അധാർമികതയിൽ നിന്ന് നമ്മളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ മക്കളെയും കാത്തു സംരക്ഷിക്കുന്നതാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا رب العالمين. اللهم اجرنا من النار، اللهم اجرنا واجرنا من النار، ربنا مسلما والحقنا بالصالحين. ربنا اتنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم.